ഇറാൻ US യുദ്ധത്തിൽ സീസ് ഫയർ വന്നു. Q4 ഏർണിംഗ് സീസൺ തുടങ്ങുകയാണ്. മൊത്തത്തിൽ മാർക്കറ്റ് വളരെ ഡൗൺ ആയിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു കയറുന്ന ഒരു സാധ്യതകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആയിരക്കണക്കിന് ലിസ്റ്റഡ് കമ്പനികളിൽ നിന്ന് അടുത്ത ആഴ്ച നിങ്ങൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യും. മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസും കൂടുന്ന ക്രൂഡ് ഓയിൽ പ്രൈസും മാർക്കറ്റിൽ നല്ലൊരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കിയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതേസമയം ഈ ഒരു Q4 നിഫ്റ്റി 50യുടെ ഏർണിംഗ്സ് ഗ്രോത്ത് ഏകദേശം 4 to 6% വരെ സ്ലോ ഡൗൺ ആകുമെന്ന് ഒരു പ്രതീക്ഷ കൂടി നിലവിലുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ശരിയായ സ്റ്റോക്സ് തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഇമ്പോർട്ടന്റ് ആവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഏപ്രിൽ 13 തുടങ്ങുന്ന ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവേണ്ട 5 പ്രധാന സ്റ്റോക്കുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. BL, മാരുതി സുസുക്കി, അദാനി ഗ്രീൻ, HAL, ഇന്ത്യൻ ഹോട്ടൽസ്. ഇവിടെ ലേറ്റസ്റ്റ് ന്യൂസ്, ഫണ്ടമെന്റൽസ്, പിന്നെ ചാർട്ടിൽ നോക്കേണ്ട എക്സാക്ട് ടെക്നിക്കൽ ലെവൽസ് എന്നിവയെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകാം. അടുത്ത ആഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് റെഡി ആയിരിക്കാം. ഈ ഒരു വോൾട്ടൈൽ മാർക്കറ്റിനെ നേരിടാൻ വേണ്ട കൃത്യമായിട്ടുള്ള അനാലിസിസിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ നമുക്ക് തുടങ്ങാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ ആദ്യമായിട്ട് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കി വരാം. മാർക്കറ്റ് ഇപ്പോൾ ഒരു ബാലൻസിംഗിലാണ് പോകുന്നത്. ഒരു സൈഡിൽ ബാങ്കിംഗ് പോലുള്ള സെക്ടറുകളിൽ ഫണ്ടമെന്റൽ സ്ട്രെങ്ത് ഉണ്ട്. മറു സൈഡിൽ മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, പ്രശ്നങ്ങൾ ഒരു വലിയ ഷാഡോ പോലെ നിലനിൽക്കുന്നുണ്ട്. ഇത് അനലിസ്റ്റുകളെ അവരുടെ ഒരു ഗ്രോത്ത് പ്രതീക്ഷകൾ കുറയ്ക്കാൻ തീർച്ചയായിട്ടും നിർബന്ധിതരാക്കുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പണം പിൻവലിക്കുന്നതും ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടുന്നതും പലപ്പോഴും പല ഇൻഡസ്ട്രീസും നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വോളറ്റാലിറ്റി എല്ലായിടത്തും കൃത്യമായിട്ട് കാണാനുമുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 26 4ാം ക്വാർട്ടറിൽ നിഫ്റ്റിയുടെ ഓവറോൾ ഏർണിംഗ്സ് പെർ ഷെയർ EPS ഗ്രോത്ത് കുറഞ്ഞ ശതമാനത്തിലായിരിക്കുമെന്നാണ് പ്രഡിക്ഷൻ ഉള്ളത്. ചില ബ്രോക്കറേജുകൾ 6% പ്രതീക്ഷിക്കുമ്പോൾ മറ്റു ചിലർ 4.2% വരെ താഴ്ന്ന ഒരു ഗ്രോത്ത് പെർസെന്റേജ് ആണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ ക്വാർട്ടറുകളെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്ലോ ഡൗൺ തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ. നല്ല റിസൾട്ട്, വലിയ ഓർഡർ ബുക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലെ പൊതുവായിട്ടുള്ള വീക്ക്നെസിനെ മറികടക്കാൻ സഹായിക്കുന്ന സെക്ടോറിയൽ സപ്പോർട്ട്, ഇങ്ങനെ ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ന്യൂസിൽ വന്ന 5 കമ്പനികളെയാണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഓട്ടോ സെക്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം. അവിടുത്തെ ലീഡർ ആയിട്ടുള്ള മാരുതി സുസുക്കി തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക്. നമുക്ക് ആദ്യം ഫണ്ടമെന്റൽസിനെ പറ്റി തന്നെ സംസാരിക്കാം. Q4 മാരുതിയുടെ റവന്യൂ ഗ്രോത്ത് ഒരു പ്രധാന ഫാക്ടർ ആയിരിക്കും. ഓട്ടോ സെക്ടർ മൊത്തത്തിൽ ഒരു നല്ല റവന്യൂ ഗ്രോത്ത് കാണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും മാരുതിയുടെ യഥാർത്ഥ ചലഞ്ച് പ്രോഫിറ്റബിലിറ്റിയാണ്. കമ്മോഡിറ്റി ക്രൂഡ് ഓയിൽ പ്രൈസ് കാരണം ഉണ്ടാകുന്ന ഒരു വലിയ ഇൻപുട്ട് കോസ്റ്റ് ഓട്ടോ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ബാധിക്കുമെന്ന ഒരു പ്രശ്നം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് പ്രോഫിറ്റ് മാർജിനിൽ കുറവ് വരുത്താൻ നല്ലൊരു സാധ്യത കൊണ്ടുവരികയും ചെയ്യും. സെയിൽസിലെ ഹെൽത്തി ഗ്രോത്ത്, നല്ല ആവറേജ് സെല്ലിംഗ് പ്രൈസും ഈ ഒരു പ്രഷറുകളെ മറികടക്കാൻ സഹായിക്കുമോ എന്നുകൂടി നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ചാർട്ടുകളിലേക്ക് നോക്കുമ്പോൾ ടെക്നിക്കലി മാരുതി കുറച്ച് വോളറ്റാലിറ്റി കാണിച്ചിട്ടുണ്ട്. 2026 ഏപ്രിൽ 10 കണക്ക് വെച്ച് നോക്കുമ്പോൾ സ്റ്റോക്ക് ഏകദേശം 13,709 ക്ലോസ് ചെയ്തത്. ഇതിന്റെ 52 വീക്ക് ലോ ആയിട്ടുള്ള 11,072 നിന്ന് ഒരു റിക്കവറിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴും 17,370 മുകളിലുള്ള 52 വീക്ക് ഹൈക്ക് ഒരുപാട് താഴെയാണ് ആ ഒരു പ്രൈസ് ഉള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ കൂടിയതുകൊണ്ട് തന്നെ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ അടുത്തിടെ അട്രാക്റ്റീവ് എന്നതിൽ നിന്ന് ഫെയർ എന്നതിലേക്ക് മാറിയിട്ടുണ്ട് എന്നുകൂടി പറയാനുണ്ട്. ശ്രദ്ധിക്കേണ്ട കീ ലെവൽസ് വളരെ ക്രൂഷ്യലാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് റീസെന്റ് ഹൈക്ക് മുകളിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് ഒരു പുതിയ മൂവ്മെന്റിന്റെ സിഗ്നൽ തരാം. മറിച്ച് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകൾക്ക് താഴെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ പ്രോഫിറ്റബിലിറ്റിയിലെ പ്രഷർ പോലെയുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് ആ സ്റ്റോക്കിനെ ബാധിക്കും എന്നതിന്റെ സൂചനയായിട്ടും അതിനെ കാണേണ്ടതുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ മാരുതിയെ സംബന്ധിച്ച് അടുത്ത ആഴ്ചയിലെ ചോദ്യം ഇതാണ്: സ്ട്രോങ് റവന്യൂ ഗ്രോത്ത് മാർക്കറ്റിനെ ഇംപ്രസ് ചെയ്യാൻ മാത്രം മതിയാവുമോ അതോ മാർജിൻ പ്രഷർ വില്ലനാകുമോ എന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മാരുതിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയും. രണ്ടാമതായിട്ട് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ്. മാനുഫാക്ചറിംഗ് സെക്ടറിൽ നിന്ന് സർവീസ് സെക്ടറിലേക്ക് വരുമ്പോൾ ഫണ്ടമെന്റലി ഇന്ത്യൻ സ്റ്റോക്സിന്റെ കഥ ഒരു സ്ട്രോങ് റിക്കവറിയുടെയും സ്റ്റഡി ഗ്രോത്തിന്റെയും ഒക്കെയാണ്. ഈ ഒരു സെക്ടറിന് മൊത്തമായിട്ട് ഒരു ലോങ് ടൈം ഗ്രോത്ത് സൈക്കിളിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഡൈനാമിക്സ് ട്രാവൽ, അത് ലെഷർ ആയാലും ബിസിനസ് ആയാലും സ്ട്രോങ് ആയിട്ട് തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്റർനാഷണൽ ടൂറിസ്റ്റിന്റെ വരവ് ഇംപ്രൂവ് ആവുന്നുണ്ട്. വെഡിംഗ് സീസൺ പോലെയുള്ള ഇൻവെസ്റ്റർ ഡിമാൻഡ് കൂട്ടുന്ന കീ ഡ്രൈവേഴ്സ് ആയിട്ട് തുടരുകയാണ് മാർക്കറ്റ് ലീഡർ ആയിട്ടുള്ള ഇന്ത്യൻ ഹോട്ടൽസ്. ഈ ഒരു ട്രെൻഡ് മുതലെടുക്കാൻ ഏറ്റവും നല്ല ഒരു പൊസിഷനിൽ തന്നെയാണ് കമ്പനി. Q4 അനലിസ്റ്റുകൾ ഒരു ഹെൽത്തി റവന്യൂ ഗ്രോത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അണ്ടർലൈങ് ഡിമാൻഡ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തുടരുകയാണ്. മിക്ക ബ്രോക്കറേജുകളും അവരുടെ ബൈ റേറ്റിംഗ് നിലനിർത്തിയിട്ടുണ്ട്. ഇത് കമ്പനിയുടെ സ്ട്രോങ് എക്സ്പാൻഷനിലേക്കും ലക്ഷറി സെഗ്മെന്റിലെ സ്റ്റഡി ഡിമാൻഡിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ടെക്നിക്കലി നോക്കുമ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു പ്രൈസ് കറക്ഷന് ശേഷം
ശേഷം സ്റ്റോക്ക് പ്രൈസ് ഒരു അട്രാക്റ്റീവ് വാല്യുവേഷൻ ലെവലിൽ ട്രേഡ് ചെയ്യപ്പെട്ടേക്കാം. ട്രേഡേഴ്സിന് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അടുത്ത ആഴ്ചയിലെ പ്രധാന കാര്യം സ്റ്റോക്ക് അതിന്റെ ഇപ്പോഴത്തെ ലെവലിൽ ഒരു സ്ട്രോങ് ബേസ് കണ്ടെത്താനും വീണ്ടും മുകളിലേക്ക് പോകാനും കഴിയുമോ എന്നുള്ളത് തന്നെയാണ്. ഇന്റർനാഷണൽ ടൂറിസത്തിൽ എന്തെങ്കിലും പ്രഷർ ഉണ്ടോ എന്നതിനെ കുറിച്ചുള്ള മാനേജ്മെന്റിന്റെ കമന്റിനായിട്ട് അനലിസ്റ്റുകൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി സെക്ടറിന്റെ ലോങ് ടൈം പൊട്ടൻഷ്യലിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നല്ല സ്റ്റോക്കായിട്ട് ഇന്ത്യൻ ഹോട്ടൽസിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അടുത്ത 3 സ്റ്റോക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ഡീറ്റെയിൽഡ് മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്ക് അദാനി ഗ്രീൻ എനർജിയാണ്. പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ഇയർ 26 കമ്പനിയുടെ പെർഫോമൻസ് വളരെ നല്ലതാണ്. അദാനി ഗ്രീൻ 5 ഗിഗാവാട്ടിൽ കൂടുതൽ പുതിയ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെർസ്പെക്ടീവിൽ പറഞ്ഞാൽ ചൈന ഒഴികെയുള്ള ലോകത്തെ വേറെ ഒരു കമ്പനിയും ഒരു വർഷം കൊണ്ട് നേടുന്ന ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് കപ്പാസിറ്റി അഡീഷൻ ആണിത്. വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അവരുടെ എക്സിക്യൂഷൻ കാപ്പബിലിറ്റിയെ കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി തരികയും ചെയ്യും. വലിയ എക്സ്പാൻഷൻ അവരുടെ ടോട്ടൽ ഓപ്പറേഷണൽ പോർട്ട്ഫോളിയോയെ 19.3 ജിഗാവാട്ട് എന്ന ഇംപ്രസീവ് ആയിട്ടുള്ള ലെവലിലേക്ക് എത്തിക്കുകയാണ്. ഈ ഒരു പുതിയ കപ്പാസിറ്റി വിൻഡ് സോളാർ ഹൈബ്രിഡ് പ്രോജക്ടുകളുടെ ഒരു മിക്സ് ആണ്. ഈ ഒരു ഗ്രോത്തിന്റെ പ്രധാന ഭാഗം വരുന്നത് ഗുജറാത്തിലെ അവരുടെ ഹാവ്ഡ റിന്യൂവബിൾ എനർജി പാർക്കിൽ നിന്നാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാകാൻ പോവുകയാണ്. പ്ലാൻ ചെയ്ത 30 ജിഗാവാട്ടിൽ AGL ഇതിനകം 9.4 ജിഗാവാട്ടിൽ കൂടുതൽ ആ ഒരു സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. കൂടാതെ ഗ്രിഡ് സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്നതിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള 1376 മെഗാവാട്ട് അവർ ബാറ്ററി എനർജി സ്റ്റോർഡ് സിസ്റ്റവും AGL കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഫണ്ടമെന്റലി ഈ ഒരു ഡെവലപ്മെന്റ്സ് വളരെ സ്ട്രോങ് ആണ്. കമ്പനിയുടെ ലോങ് ടേം പവർ പർച്ചേസ് എഗ്രിമെന്റ് സ്റ്റേബിളും പ്രെഡിക്റ്റബിളും ആയിട്ടുള്ള റവന്യൂ സ്ട്രീംസ് നൽകുന്നു. 2030 50 ജിഗാവാട്ട് കപ്പാസിറ്റി എന്ന ടാർഗറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ ടെക്നിക്കൽ ലെവൽസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഫ്യൂച്ചർ കാപെക്സ് പ്ലാനുകൾക്കുള്ള ഫണ്ടിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ PPA സൈന്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ അനൗൺസ്മെന്റുകൾക്കായിട്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കമ്പനി നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ്. അടുത്തായിട്ട് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഒരുപാട് ആക്ഷൻ നടക്കുന്ന ഒരു സെക്ടറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡിഫൻസ്. നമ്മുടെ നാലാമത്തെ സ്റ്റോക്കായുള്ള BL നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ഇൻക്രെഡിബിളി സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ ബുക്കിന്റെയും ഡിഫൻസ് മോഡേണൈസേഷനിലുള്ള ഗവൺമെന്റിന്റെ ഫോക്കസിന്റെയും ബേസിലാണ്. സ്റ്റഡി ഇൻ ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഗ്രോത്തിന്റെ ഒരു സ്റ്റോറി കാണിക്കുന്നതുകൊണ്ടാണ് ഫണ്ടമെന്റലി BLന്റെ ഒരു സ്ട്രെങ്ത് മുന്നോട്ട് വരുന്നത്. അതിന്റെ റവന്യൂ വിസിബിലിറ്റി ഏപ്രിൽ 1 കണക്ക് പ്രകാരം 74,000 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിയുടെ കയ്യിലുള്ളത്. ഒരു മാസീവ് ലെവലിലായിരുന്നു ഫിനാൻഷ്യൽ ഇയർ 26 BLന്റെ റവന്യൂ ഗ്രോത്ത് ഉണ്ടായത്. ഏതാണ്ട് 16.2% ഗ്രോത്ത് ആണ് ഉണ്ടായത്. BLന്റെ ഡൈവേഴ്സിഫൈഡ് ഓർഡർ ബുക്ക് റഡാറുകൾ, ഇലക്ട്രോണിക്സ് വാർഫെയർ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് തുടങ്ങി പല പ്രോഗ്രാമുകളിലായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് കിടക്കുകയാണ്. ഈ ഓർഡറുകളെ റവന്യൂ ആക്കി മാറ്റുന്നത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുവരുന്നതിനും ഇത് തീർച്ചയായിട്ടും സഹായിക്കും. ഇനി ഇവരുടെ ടെക്നിക്കൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ 2026 ഏപ്രിൽ 10 കണക്ക് വെച്ച് സ്റ്റോക്ക് 442 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു റീസെന്റ് കുറച്ച് വോളറ്റാലിറ്റി ഒക്കെ കാണുന്നുണ്ട്. വരുന്ന ആഴ്ചയിൽ ട്രേഡേഴ്സ് കീ ലെവൽസ് വാച്ച് ചെയ്യുന്നുണ്ടാവും. 440 സ്ട്രൈക്ക് പ്രൈസിന് അടുത്ത് സ്ട്രോങ് കോൾ ഓപ്ഷൻ ആക്ടിവിറ്റി ഉണ്ടെന്നാണ് ചില അനലിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്രൂഷ്യൽ പോയിന്റ് ആകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴേക്ക് നോക്കിയാൽ 410 ലെവലിനടുത്ത് ഒരു പുട്ട് ഓപ്ഷൻ ആക്ടിവിറ്റി ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും ഇതൊരു സപ്പോർട്ട് സോൺ ആയിട്ട് വരും എന്ന് തന്നെ നമുക്ക് കരുതാം. അവിടെ ഒരു ബൈയിങ്ങിന് നല്ല സാധ്യതകൾ നൽകുന്ന ഒരു ഏരിയ കൂടിയാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. സ്റ്റോക്ക് ഈ ലെവലുകൾക്ക് അടുത്ത് നിൽക്കുമ്പോൾ പുതിയ ഓർഡറുകൾ കിട്ടുന്നതിനെ കുറിച്ചുള്ള ഏതൊരു പോസിറ്റീവ് ന്യൂസും ഒരു ബ്രേക്ക്ഔട്ടിന് വേണ്ട മൊമെന്റം കൊടുത്തേക്കും എന്ന് തന്നെ വേണം പറയാൻ. ഇന്ത്യയുടെ ഡിഫൻസ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ഇൻവെസ്റ്റേഴ്സിനും BL ഒരു കോർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തുടരും എന്ന് തന്നെ വേണം കരുതാൻ. നമ്മുടെ അവസാനത്തെ സ്റ്റോക്കും ഡിഫൻസ് സെക്ടറിൽ നിന്ന് തന്നെയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ HAL ശ്രദ്ധാകേന്ദ്രമാകുന്നതിന്റെ പ്രധാന കാരണം അതിന്റെ ഒരു സ്റ്റാഗറിംഗ് ഓർഡർ പൈപ്പ് ലൈൻ ആണ്. 2026 മാർച്ച് അവസാനത്തോടെ കമ്പനിയുടെ ഓർഡർ ബുക്ക് ഏതാണ്ട് 2.54 ലക്ഷം കോടി രൂപ എന്ന മാസീവ് ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇതൊരു വലിയൊരു ജമ്പാണ്. കൂടാതെ അടുത്തൊരു 7-8 വർഷത്തേക്ക് കമ്പനിക്ക് നല്ല റവന്യൂ വിസിബിലിറ്റി നൽകുന്നുണ്ട് ഈ ഒരു ഓർഡർ ബുക്ക്. ഫിനാൻഷ്യൽ ഇയർ 26 HAL ഏകദേശം 4.1% റവന്യൂ ഗ്രോത്ത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത് അവരുടെ സ്വന്തം ടാർഗറ്റ്സ് മിസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. സപ്ലൈ ചെയിൻ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയുള്ള GE എഞ്ചിൻസ് കിട്ടാനുള്ള ഡിലേ, ഇവയൊക്കെയാണ് ഈ ഒരു കുറവിന് കാരണമായിട്ട് കമ്പനി പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു മെയിൻ കൺസേൺസ് ആയിരിക്കാം. എങ്കിലും ഇതൊരു ക്ലാസിക് ടക്ക് ഓഫ് വാർ ഉണ്ടാക്കുകയാണ്. ഒരു സൈഡിൽ കമ്പനിയുടെ ലോങ് ടൈം ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുന്ന സമാനതകളില്ലാത്ത ഒരു ഓർഡർ ബുക്ക്, മറുസൈഡിൽ ഇപ്പോഴത്തെ ഒരു റവന്യൂവിനെ ബാധിക്കുന്ന റീസെന്റ് എക്സിക്യൂഷൻ ചലഞ്ച് ഒരു വലിയ പ്രോബ്ലം ആയിട്ട് മുന്നിലുണ്ട്. ടെക്നിക്കലി സ്റ്റോക്ക് അടുത്ത കാലത്ത് സ്ട്രോങ് മൊമെന്റം കാണിച്ചിട്ടുണ്ട്. ഏപ്രിൽ 10 പ്രൈസ് 4112 ലെവലിലാണ് ക്ലോസ് ചെയ്തത്. റീസെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കിടയിലും പല അനലിസ്റ്റുകളും ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഏതാണ്ട് 5100 അടുത്തേക്കുള്ള
രീതിയിലുള്ള ഒരു ടാർഗറ്റ് പല അനലിസ്റ്റുകളും നൽകുന്നുണ്ട്. വരുന്ന ആഴ്ചയിൽ ഈ ഒരു സപ്ലൈ ചെയിൻ പ്രശ്നങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റേഴ്സിന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വിഷയത്തിൽ വരുന്ന ഒരു പോസിറ്റീവ് ന്യൂസ് തീർച്ചയായിട്ടും ഒരു കൺസേൺസ് ക്ലിയർ ചെയ്യുകയും നല്ല രീതിയിലുള്ള ഒരു സിഗ്നിഫിക്കന്റ് പോസിറ്റീവ് മൊമെന്റത്തിന് കാരണമാക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സാധ്യത ലഭിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എടുക്കാവുന്നതാണ്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഏപ്രിൽ 13 തുടങ്ങുന്ന ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോയത്. റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ മാരുതി സുസുക്കി, ഇന്ത്യൻ ഹോട്ടൽസ്, അദാനി ഗ്രീൻ എനർജി, ഭാരത് ഇലക്ട്രോണിക്സ്, ഒടുവിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഇവയൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതകളുള്ള സ്റ്റോക്കുകളാണെന്നും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാൻ കഴിയുമെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി. ക്വാർട്ടർ ഫോർ ഏർണിംഗ് സീസൺ വോളറ്റാലിറ്റിയുടെ സമയമാണ്, പക്ഷേ അവസരങ്ങളുടെ സമയം കൂടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫണ്ടമെന്റൽസിൽ ഫോക്കസ് ചെയ്യുന്നതും ടെക്നിക്കൽസ് മനസ്സിലാക്കുന്നതും ഇൻഫോംഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ബെറ്റർ ഇൻഫോർമേഷനുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.